ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഇതിനെ കാഞ്ചിപുരം ഉപ്പുമാവെന്നാണ് പറയുന്നത്. ഇത് നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു ഉപ്പുമാവാണ്. സാധാരണ ഉപ്പുമാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ തേങ്ങ ചിരവിയതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കറിയൊന്നും കൂടാതെ തന്നെ ഇത് പഞ്ചസാരയോ അതുപോലെ തന്നെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള റവ ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്ത റവ കൊണ്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴത്തേക്കും കൂടുതൽ കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. വറുക്കുമ്പോഴത്തേക്കും നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ നല്ലതുപോലെ വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കാനായിട്ട്, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോകും. റവയുടെ കളറൊന്നും ഒട്ടും മാറിപ്പോകരുത്. റവ മൂത്ത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പം നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോഴത്തേക്കും റവ ക്രിസ്പി ആയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വറുത്തെടുത്ത റവ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ പാനിൽ തന്നെയാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പാൻ ഒരു ടവലോ കിച്ചൺ ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി. നമ്മൾ ചൂടോടെ നോൺ സ്റ്റിക്ക് പാൻ വെള്ളമൊഴിച്ച് ഒരിക്കലും കഴുകരുത്. കാരണം പാൻ പെട്ടെന്ന് അതിൻ്റെ കോട്ടിംഗ് എല്ലാം പോകും. ഇത് ഉപ്പുമാവ് താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇനി വേണ്ടത് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത്. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക് ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് പൊട്ടിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ട് വഴറ്റണം. ഉഴുന്നുപരിപ്പ് ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം മൂത്ത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരമായിട്ട് നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഉള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 2.5 കപ്പ് വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ ആയിട്ട് ഇരിക്കാനാണെങ്കിൽ 2 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളമെല്ലാം ചേർത്താൽ മതി. അതെല്ലാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പൊടി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മറ്റേ കൈ കൊണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും റവ ഒട്ടും കട്ട പിടിക്കാതെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റവ ചേർത്തതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. റവയിൽ വെള്ളമെല്ലാം ചെറുതായിട്ടൊന്ന് കുറുകി ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ റവയിൽ വെള്ളമെല്ലാം വറ്റി ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് പാൻ മൂടി വെച്ച് കൊടുക്കാം. പാൻ മൂടി വെച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങ ചിരവിയത് ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം റെഡിയായ ഉപ്പുമാവ് നമുക്ക് മാറ്റി വെക്കാം.
റെഡിയായ ഉപ്മാവ് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഈസിയായി 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ കാഞ്ചീപുരം ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ അച്ചാറോ അല്ലെങ്കിൽ പപ്പടമോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല.